കുടുംബത്തോട് ചെയ്യുന്ന കടമ്പകൾ ഏറ്റവും വലിയ ബാധ്യതയായി ഏറ്റവും നിർബന്ധമായി ചെയ്യേണ്ട കുടുംബബന്ധം ചേർക്കലാണ്. കുടുംബബന്ധമില്ലാത്തവന് അള്ളാഹുവിൻ്റെ ദീൻ അവൻ്റെ റഹ്മത്തുണ്ടാവില്ല. അവൻ്റെ റഹ്മത്തിൽ എല്ലാം കുട്ടിയടക്കപ്പെടുന്നതാണ് റഹ്മത്ത്. അപ്പോൾ നമ്മൾ ചോദിക്കും, എന്താണ് ബന്ധം ചേർക്കാത്തവന് പണം കൊണ്ടില്ലേ, സമ്പത്തില്ലേ എന്ന്? അതല്ല, റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അനുഗ്രഹമാണ്. നമ്മൾ മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് നമ്മൾ കുടുംബം ചേർക്കേണ്ടത് ദുനിയാവിലും നാളെ ആഖിറത്തുക്കും വേണ്ടിയാണ്. നാളെ ആഖിറത്തുക്ക് പുണ്യം കിട്ടുന്ന കാര്യം, ഏറ്റവും മഹത്തായ ഒരു കാര്യമാണ് കുടുംബബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ. കൂടി ഇത്രയും നമ്മൾ വിജയിച്ച് മുന്നോട്ട് പോകാൻ കാരണം നമ്മൾ പരസ്പരം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് മുഹമ്മദ് കുട്ടിയാണ് ഇതിനാദ്യമായിട്ട് ഈ ഇറങ്ങി പുറപ്പെട്ടത്. പല പ്രാവശ്യം നമ്മൾ ഏഴാമത്തെ ഈ കുടുംബസംഗമം ഇങ്ങനെ ചേരാൻ വളരെ ത്യാഗം ചെയ്ത്, വളരെ ബുദ്ധിമുട്ടി, വളരെ പ്രയാസപ്പെട്ട് ഓരോരുത്തരും 4 ഭാഗത്തു നിന്നും, കുഴിപ്പുറത്തുനിന്ന്, കുഴിപ്പുറം, ഇരിങ്ങല്ലൂർ, പറപ്പൂര്, നമ്മളെ പാണ്ടിക്കാട്, കണ്ണമംഗലം, ഓരോ ആൾക്കാരും, യുവാക്കളും ചെറുപ്രായക്കാരും, അല്ല വയസ്സായ 108 വയസ്സായ നമ്മളെ കുടുംബത്തിൽപ്പെട്ട നമ്മളെ കാരണവർ പാണ്ടിക്കാട്ടിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നുണ്ട്. ഇപ്പോൾ നമ്മളെ അളാപ്പാനെ വളരെയധികം 100ഓളം വയസ്സായ ഒരു അളാപ്പാനെ വിളിക്കാൻ വേണ്ടി പോയിരുന്നു. വൈജാത്ത് കൊണ്ട് വന്നിട്ടില്ല. കുടുംബബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ പുണ്യമുള്ള കാര്യമാണ്. അള്ളാഹുവിനെ പടച്ചവനെ ഓർത്ത് നമ്മളിത് നിലനിർത്തി മുന്നോട്ട് പോകണം. ഇതിലും കൂടുതൽ ഭംഗിയായിട്ട്, ഇതിലും മെച്ചപ്പെട്ട് ചേർക്കുന്നവർ, പ്രയാസപ്പെടുന്നവരുടെ പ്രയാസം, കുടുംബബന്ധത്തിൽ ദാനവും ധർമ്മവും ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പുണ്യം. ഉള്ളവർ കൂട്ടായ്മ നമ്മൾ കൂടിയിട്ട് ആലോചിച്ച് അത് നിലനിർത്താൻ അള്ളാഹുവിൻ്റെ തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുക. നമ്മൾ എല്ലാ ബന്ധങ്ങളും നല്ല രീതിയിൽ എത്തിച്ചേരാനും നമ്മളെ കുടുംബങ്ങൾ ഒത്തൊരുമയോട് പോകാൻ സഹായിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും, റിലീഫ് പ്രവർത്തനത്തിന് ഞാൻ പ്രത്യേകം മോമ്മൂട്ടിനോട് പറഞ്ഞിട്ടുണ്ട്. ഇതിലേറ്റവും അർഹതപ്പെട്ടവർക്ക് അത് എത്തിക്കാനുള്ള സംവിധാനം ഞങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ നമ്മളെ കുടുംബത്തിൽ ഏറ്റവും നമ്മളെ മക്കളോടുള്ള കടമ, മക്കൾക്ക് മാതാപിതാക്കളോട് കടമ, മക്കളോടുള്ള പെരുമാറ്റം കൂട്ടായിട്ട് നമ്മളെ കുടുംബത്തിൽ ആ കുടുംബങ്ങളാണ്, നമ്മൾ ബന്ധുക്കാരാണ്. ഒരേ മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്ത സ്വഭാവത്തിൽ നിന്ന്